ഇതാട്ടെ തന്തൂരി അടുപ്പ്. ഏറ്റവും അധികം കാണുമ്പോഴൊക്കെ എനിക്കിത് ഭയങ്കര കൗതുകമായിരുന്നു. കാരണം ഞാൻ ഈ സംഭവം കണ്ടിട്ടില്ല. ഇവർ റൊട്ടി ചുട്ടെടുക്കുന്ന തന്നെ കാണാൻ ഒരു പ്രത്യേക രസമാണ്. ആ തീക്കനല്ല് ഇട്ടതൊക്കെ ഇട്ടുള്ളൂ. നമ്മളൊക്കെ സാധാരണ ചപ്പാത്തി മറിക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ പൊറോട്ട ദോശയൊക്കെ ചുട്ടുന്നത്. ഇതാകുമ്പോൾ നമുക്ക് എണ്ണ ഒട്ടുമില്ല എന്ന് പറയുന്നത് ചുട്ടെടുക്കുന്ന ഒരു രീതിയാണ്. ഒപ്പം തന്നെ നമുക്ക് പൈസയും കുറവാണ്. 50 ഫിൽസ് അതേമാതിരി ഒരു ദർഹയ്ക്ക് ഒരു റൊട്ടിക്ക് വരുന്നുള്ളൂ. സാധാ ഒരു പൊറോട്ടയും ചപ്പാത്തിയും കൊടുക്കണം നമുക്കൊരു ദർഹം. ഇതാകുമ്പോൾ ഒരു ദർഹം കൊടുത്തു കഴിഞ്ഞാൽ വയറ്റിൽ അങ്ങനെ കിടന്നോളും. പിന്നെ ഒന്നുമില്ലാതെ എന്തെങ്കിലും കൂട്ടി കഴിക്കാനാണെങ്കിൽ ഇവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ആലു റൊട്ടി, ന്യൂട്ടെല്ല റൊട്ടി, ചീസ് റൊട്ടി എന്നൊക്കെ പറയുന്നത്. ഞാൻ കൂടുതലും ആലു റൊട്ടിയെ ചൂസ് ചെയ്യാറ്. അതാകുമ്പോൾ ഒരു മസാല ഫ്ലേവർ ഉണ്ടാകും, കുറച്ച് എരിവും പുളിയൊക്കെ ഉണ്ടായിരിക്കും. സാധാരണ അത്ര എരിവും പുളിയൊന്നും ഇല്ലാത്ത ഐറ്റംസ് ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞിടിയിപ്പിക്കണം, ഇച്ചിരി എരിവ് കൂടുതൽ വേണം, അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് കൂടുതലൊക്കെ വേണം എന്ന ലെവലിൽ. കുറച്ച് ഹെൽത്തിയും കൂടിയാണ്. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് റേറ്റും കുറവാണ്. ഒരു 5-10 ദർഹത്തിന് താഴെ വയറ് നിറയ്ക്കാൻ പറ്റും. വെള്ളം ഒരുപാട് ഇതായി കിട്ടും. സാധാരണ എല്ലായിടത്തും നമ്മൾ മൈദയുടെ കണ്ടെക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ശ്രദ്ധിച്ച കേസ്